Hi, Assalamu alaikum my dear cuties. How are you? I hope you all are very good. Okay, what about your studies? All of you, did you work very well? Yes? Okay. All of you read the textbook or our chapter very well? Okay. In the last class, you are entered our fourth chapter. Yes. What's its name? Yes, magic ring. Who are the characters in the chapter? Do you remember? Yes. What are the characters? Eben and his father. Okay. Now, let us start the paragraph. The Furious Father. Page number 74. The Furious Father. What means furious? Do you know? Yes, furious means angry. Furious means angry. Father came back with a big basket. Where is the fish? He asked. I let it go. What? Are you crazy? Father raised his voice. Please, Father, let it go, Eben said. Father was furious. Get out of my sight. I don't want to set my eyes on you anymore, he shouted. അപ്പോൾ ഫാദർ ബാസ്ക്കറ്റ് എടുക്കാൻ പോയിരുന്നതാണല്ലേ. ഫാദർ തിരിച്ചു വന്ന് ബാസ്ക്കറ്റിൽ നോക്കിയപ്പോൾ ദർ ഇസ് നോ ഫിഷ്. What is the fish? ദേഷ്യത്തോടെ ചോദിച്ചു. What is the fish? എബിന് പറഞ്ഞു ഇറ്റ്സ് പൂവർ, അത് പാവമാണ്, അതിനെ ഞാൻ പോകാൻ അനുവദിച്ചു. ഫാദറിന് ഫ്യൂരിയസ്, ദേഷ്യം ഇങ്ങനെ കോത്തി നിൽക്കുകയാണ്. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലെന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ ചെയ്താൽ നമ്മളെ ഫാദറും മദറൊക്കെ എന്ത് ചെയ്യും? ചില സമയത്ത് നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെടും അല്ലേ? അതുപോലെ തന്നെ അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു, യു ആർ ക്രേസി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഒച്ചത്തിലാണ് ചോദിച്ചത്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്, എനിക്ക് നിന്നെ കാണണ്ട, എൻ്റെ കാഴ്ചയിൽ നിന്നും നീ പോകൂ എന്ന് പറഞ്ഞ് ഫാദർ ഷൗട്ട് ചെയ്തു. വാട്ട് വിൽ എബി ഡു നൗ? വേർ വിൽ ഹി ഗോ? വേർ വിൽ ഹി ഗോ? ലെറ്റ് us see. All of you take the page number 75. Gratitude. What's the paragraph heading? Gratitude. What gratitude means? Gratitude means thankful. Gratitude means thankful. What shall I do now? Eben had no idea. He sat on the shore looking at the boat sailing away. It's very sad. Thank you for saving my life. He heard a voice from the sea. Who's that? Eben looked around in surprise. Eben could not believe his eyes. Can a fish speak? He stood on the shore like a statue. Dear boy, I will never forget your kindness, the fish said. Take this. This is a magic ring. Rub it and see what it can do. Use this only when you are in need. The fish came near Eben and opened its mouth. There was a beautiful ring in its mouth. Eben took the ring and the fish swam back to the sea. അങ്ങനെ what shall I do now? അപ്പം അച്ഛൻ കൺവെട്ടത്തിൽ നിന്ന് പോകാൻ പറഞ്ഞപ്പോൾ എബിൻ എന്ത് ചെയ്തു? കടൽ തീരത്ത് വീണ്ടും വന്നിരുന്നു. വളരെ സാഡായിട്ട് ഒറ്റയ്ക്ക് അവനെങ്ങനെ ഇരിക്കുകയാണ്, ബോട്ടുകളും പോകുന്നത് നോക്കിയിട്ട്. പെട്ടെന്ന് അവന് താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നിനക്ക് നന്ദി എന്ന് കേട്ടു. അപ്പോൾ അവൻ അത്ഭുതപ്പെട്ട് നോക്കിയപ്പോൾ എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്? കടലിൽ നിന്നാണ്. അവൻ അത്ഭുതപ്പെട്ടിങ്ങനെ ഒരു പ്രതിമ പോലെ, സ്റ്റാച്യു മീൻസ് പ്രതിമ പോലെ അവൻ നിന്നു. എന്തുകൊണ്ടാണ് നിന്നത്? ക്യാൻ എ ഫിഷ് സ്പീക്ക്?
ആരാ കടലിൽ നിന്ന് സംസാരിക്കുന്നത്? യെസ്, ഫിഷാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു മാജിക് റിങ്, ഒരു മന്ത്രമോതിരം നൽകുകയാണ്. ആർക്ക്? എബിന് ഫിഷ് നൽകുകയാണ്. എന്നെ സഹായിച്ചതിന് നിനക്കൊരു സമ്മാനമായി ഇതിരിക്കട്ടെ. നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടാവുമ്പോഴും ഈ മോതിരം ഒന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് മീൻസ് ഉരസുക. നിനക്ക് വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ നീ ഉരസിക്കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള കാര്യം ഈ റിങ് സാധിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ എബിൻ അത്ഭുതത്തോടെ ഫിഷിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഫിഷ് അതിൻ്റെ വായ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ ഈ റിങ് ആരെടുത്തു? എബിൻ എടുത്തു. ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ റിങ്. എന്തായിരുന്നു അത്? വളരെ ഭംഗിയുള്ള ഒരു മോതിരം അല്ലേ? അത് ഫിഷിൻ്റെ മൗത്തിൽ നിന്നും എബിൻ എടുത്തപ്പോഴേക്കും ഫിഷ് തിരിച്ച് എങ്ങോട്ട് തന്നെ നീന്തിപ്പോയി? വെള്ളത്തിനുള്ളിലേക്ക് തന്നെ നീന്തിപ്പോയി. Let us see next paragraph. Into the forest. What the heading? Into the forest. കാട്ടിനുള്ളിലേക്ക്. Into the forest. കാട്ടിനുള്ളിലേക്ക്. Ebin walked aimlessly, but he was not afraid. He had the magic ring with him. He could use it in need. He walked for a long time. He reached a dense forest with a huge trees and bushes. He heard the chirping of birds and the cries of animals. Suddenly a deer darted in front of him. A pack of wild dogs were chasing it. കാട്ടിനുള്ളിലേക്ക് എത്തി. ലക്ഷ്യമില്ലാതെ എബിൻ നടന്ന് കാട്ടിനുള്ളിലേക്ക് എത്തി. പക്ഷെ അവന് നടക്കുമ്പോൾ അവന് ഹി വാസ് നോട്ട് അഫ്രൈഡ്. അവന് ഭയമില്ലായിരുന്നു. ബിക്കോസ് എന്താണ്? അവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? മാജിക് റിങ് ഉള്ളത് കൊണ്ട് അവന് ആവശ്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ അവന് ഭയമില്ലായിരുന്നു. അവൻ എന്ത് ചെയ്തു? നടന്ന് ഡെൻസ് ഫോറസ്റ്റ്, ഇടതിങ്ങിയ വിത്ത് ഹ്യൂജ് ട്രീസ് ആൻഡ് ബുഷസ്, നല്ല ഉയർന്ന മരങ്ങളും ചെടികളൊക്കെ ഉള്ള കാട്ടിലേക്ക് അവനെത്തി. അവൻ എന്ത് കേൾക്കാമായിരുന്നു? chirping of birds, the cries of animals. Suddenly a deer darted in front of him. പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഒരു മാൻ സ്പീഡിൽ റാപ്പിഡ്ലി കുതിച്ചു വന്നു. മാനിൻ്റെ പുറകിൽ ആരാ ഉണ്ടായിരുന്നത്? എ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ് ഫോർ ചേസിങ് ഇറ്റ്. ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് അതിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു. പാക്ക് മീൻസ് ഗ്രൂപ്പ്, ചേസിങ് പിന്തുടർന്നുകൊണ്ടിരുന്നു. ഓക്കെ മൈ ഡിയേഴ്സ്, all of you read very well today's paragraphs and let us write new words in the paragraph. Okay, are you ready? Yes, my dears, look at the board. All of you read the words furious, crazy, gratitude, statue, upright, dense, darted, chasing. Once again we read furious, crazy, gratitude, statue, upright, dense, darted, chasing. All of you write these words one time in your note front side. All the words write 10 times in your note back side and study the word spelling. And we have a small activity. Take all of you page number 87. First of all, read the question. Which is your favorite place? Fill in the word verb with further details of it. അവിടെ ഒരു വേർഡ് വെബ് കണ്ടോ? ആ വേർഡ് വെബിൽ മൈ ഫേവറേറ്റ് സെൻറ്ററിൽ എന്താ എഴുതിയിട്ടുള്ളത്? മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ്. നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ ബീച്ച്, പാർക്ക്, മ്യൂസിയം, സൂ, അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് അതിലെഴുതുക. അവിടെ നിങ്ങൾ കണ്ട കാര്യങ്ങൾ, ഒരു 4 കോളാണ് അതിലുള്ളത്.
നിങ്ങൾ ആ ഫേവറേറ്റ് പ്ലേസിൽ നിങ്ങൾ കണ്ട ഏതെങ്കിലും 4 ഐറ്റമിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പാർക്കിലാണെങ്കിൽ സ്വിങ്, സ്ലൈഡ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ നിങ്ങൾ സന്ദർശിച്ച വിസിറ്റ് ചെയ്ത സ്ഥലത്തെ ഏതെങ്കിലും 4 ഐറ്റമിൻ്റെ പേരും അവിടെ കൊടുക്കുക. ലിസൺ. അതിന് തൊട്ടടുത്തുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കൂ. യൂസ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വേർഡ് വെർബ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പം നമ്മൾ മുകളിൽ ആ വേർഡ് വെർബ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ഫേവറേറ്റ് പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഫേവറേറ്റ് പ്ലേസിനെ നമ്മൾ ഉപയോഗിച്ച ആ വേർഡ് വെബിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്ക്രൈബ് ചെയ്തത് അല്ലേ? ആ വേർഡ്സ് ഉപയോഗിച്ച് ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ അതിനെക്കുറിച്ച് തയ്യാറാക്കുക. അപ്പോൾ ലിസൺ, ഓൾ ഓഫ് യു ഡു ദിസ് വർക്ക് ഇൻ യുവർ നോട്ട് ബാക്ക് സൈഡ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടോയെന്ന്. എവിടെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ അതൊന്ന് എഴുതി നോക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ മാം എവിടെ തരും? യെസ്, നമ്മുടെ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, all of you understand? Yes. Today wind up my class. Okay, thank you. Assalamu alaikum.